നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് പുറത്തു വരുന്നത്. ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം ഖമനേയി അനുകൂലികൾ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇസ്രയേലിനെയും അമേരിക്കയെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. അതായത് അലി ഖമനേയിയെ ഹീറോയായി കണ്ടിരുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവർ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ കൊലവിളി നടത്തുകയാണ്. ട്രംപിനെയും നെതന്യാഹുവിനെയും കൊലപ്പെടുത്തും എന്നാണ് അവർ മുദ്രാവാക്യം മുഴക്കുന്നത്. ജൂതരെ കത്തിക്കും എന്നുള്ള കൊലവിളി ഇറാന്റെ നഗരങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരിലേക്കാണ് ഇപ്പോൾ മൊസാദിന്റെയും അമേരിക്കൻ ചാരസംഘടന CIA കണ്ണുകൾ എത്തപ്പെട്ടിരിക്കുന്നത്. കാരണം ഇവർ വളർന്നു വരുന്ന അലി ഖമനേയിയുടെ പോരാളികളായി മാറുമെന്നാണ് IRGC പറയുന്നത്. IRGC ഈ ചെറുപ്പക്കാരുടെ ചിത്രങ്ങളാണ് ഇങ്ങനെ പകർത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് ഞങ്ങളുടെ പോരാളികൾ, ഇവരാണ് ഞങ്ങളുടെ ബലം എന്നാണ് IRGC പറയുന്നത്. ഇങ്ങനെ ഒരു പ്രസ്താവന IRGCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ തന്നെ വ്യക്തമാണ് ഇവരെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ തങ്ങൾ ശക്തരായി കൊണ്ടുവരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് IRGC കൊടുക്കുന്നത്. അലി ഖമനേയിക്ക് വേണ്ടി ഇവർ തെരുവിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല, ജൂത കുട്ടികളെയും ഞങ്ങൾ കൊലപ്പെടുത്തും, ഞങ്ങളുടെ സഹറ മുഹമ്മദിയുടെ മരണത്തിന് അവളുടെ ചോരയ്ക്ക് മറുപടി പറയും എന്നൊക്കെയാണ് ഈ ചെറുപ്പക്കാർ വിളിച്ചു പറയുന്നത്. ഇവരിൽ നിന്ന് അങ്ങേയറ്റം വെറി പിടിച്ച മുദ്രാവാക്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന്, ആ രക്തസാക്ഷിത്വത്തിന് ഞങ്ങൾ മറുപടി തന്നിരിക്കും എന്ന് ഈ ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് ഇസ്രയേൽ ഭയക്കേണ്ടത് തന്നെയാണ്. കാരണം ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് ചുറ്റും ശത്രുക്കളാണ്. ഇത് മാത്രമല്ല, IRGC മുൻപ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ആക്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്ന്. അതായത് ചാവേറുകളെ ഉൾപ്പെടെ ഇറക്കാൻ ഇനി സാധ്യതയുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം, IRGCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയി ഒരു മത നേതാവ് മാത്രമല്ല, ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ പരമാധികാരിയാണ്. ആ പരമാധികാരിയെയാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഒരു യുദ്ധവുമായി നേർക്കുനേർ വന്നാൽ നമുക്കതിനെ നേരിടാം എന്ന് ഇസ്രയേൽ പറയുന്നു. പക്ഷെ അപ്പോഴും ഞങ്ങൾ പതറിപ്പോകുന്നത് പിന്നിൽ നിന്നുള്ള അടിയാണ്. ഇറാൻ അവരുടെ പ്രോക്സികളെ ഇറക്കിയാണ് ഇത്രയും കാലം ഞങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നത്, ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ നേരിട്ടായിരുന്നു ആക്രമിച്ചിരുന്നത്. ഇറാനെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് മുന്നറിയിപ്പും കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നത്. അല്ലാതെ ഭീരുക്കളെ പോലെ പ്രോക്സികളെ ഇറക്കി തീവ്രവാദം നടത്തുകയല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ ചാവേറുകളെയും അതുപോലെ തന്നെ പ്രോക്സികളെയും ഒക്കെ ഇറക്കിയാണ് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരെ, അതായത് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ്. അവർ വാവിട്ട് നിലവിളിക്കുകയാണ് അലി ഖമനേയിക്ക് വേണ്ടി. അവർ നിർത്താതെ കരയുന്നു, ചിലരൊക്കെ ബോധം കെട്ട് വീഴുന്നു. ഇതാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഖമനേയിയെ ഒരു ഹീറോയായിട്ടാണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ കാണുന്നത്. അവരിലേക്കൊക്കെ അലി ഖമനേയിയുടെ തീവ്ര നിലപാടുകൾ, തീവ്ര പ്രസ്താവനകൾ, പ്രസംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ വളർന്നു വരുമ്പോൾ ഉറപ്പായും ഇസ്രയേലിന് നേരെ ആയുധം എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വ്യക്തമാക്കുന്നത്. എന്നാൽ അതിന് തടയിടുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരെ എല്ലാം മൊസാദ് അവരുടെ റഡാറിലാക്കിയിട്ടുണ്ട്, അവരുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം പേരെ അങ്ങനെ ഹിറ്റ് ലിസ്റ്റിലാക്കാൻ മൊസാദിന് കഴിയും? ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ്. അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്നത് ഇസ്രയേലിനെ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ്. എന്നാൽ ഇസ്രയേൽ ആയുധമെടുത്ത് തന്നെ നിൽക്കുകയാണ്. അവരുടെ അതിർത്തികളിൽ ഇസ്രയേൽ പടയുടെ കണ്ണുകൾ സദാ അതിർത്തികളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊസാദിനെ മറികടന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ അപ്പോഴും ഒരു പിഴവ് സംഭവിച്ചത് 2023 ഒക്ടോബർ 7 ഹമാസ് കയറി ആക്രമണം നടത്തിയതായിരുന്നു. അതിനുശേഷം മൊസാദ് ജാഗരൂകരാണ്. ഡൊണാൾഡ് ട്രംപിനെയും വധിക്കും എന്നുള്ള ഭീഷണി ഇപ്പോൾ മുഴക്കിയിരിക്കുകയാണ് ചെറുപ്പക്കാർ. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാനറുകളിലെല്ലാം ട്രംപിനെ വധിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ട്രംപിനെ കൊല്ലും എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതി ചുവന്ന ബാനർ ജനക്കൂട്ടം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടത്. രക്തസാക്ഷിയായ ഖമനേയിയുടെ ചോരയ്ക്ക് പ്രതികാരം എന്ന ഹാഷ്ടാഗോടെയായിരുന്നു ഇറാൻ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്.
ഇറാൻ പതാകകളും ഷിയ ആചാരങ്ങളുടെ ഭാഗമായ ചുവപ്പും പച്ചയും കൊടികളുമേന്തി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഈ വിലാപയാത്രയിൽ അണിനിരക്കുന്നത്. അതായത് ഇറാനിലുള്ളവർ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തായി ജോലി ചെയ്തിരുന്ന ഇറാനികൾ, ചെറുപ്പക്കാരായ ഇറാനികൾ ഉൾപ്പെടെ ഇറാനിലേക്ക് എത്തിയിട്ടുണ്ട് അലി ഖമനേയിയുടെ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഞങ്ങളുടെ ഹീറോയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് ഇവരും വിളിച്ചു പറയുന്നു. 3 പതിറ്റാണ്ടിലേറെ ഇറാനെ നയിച്ച ആയത്തുള്ള അലി ഖമനേയി ഫെബ്രുവരി 28-നാണ് US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെയായിരുന്നു ആക്രമണം. ഇതോടെയാണ് ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. ആക്രമണത്തിൽ ഖമനേയിയുടെ മകൾ, മരുമകൻ, കൊച്ചുമകൾ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ഖമനേയിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമനേയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതല ഏറ്റെടുത്തുവെങ്കിലും ഇപ്പോഴും ഭരണകാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. കാരണം ഈ ആക്രമണത്തിൽ മൊജ്തബയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇതുമാത്രമല്ല, പിതാവിന്റെ യാത്രയിൽ പോലും പങ്കെടുക്കാതെ മൊസാദിനെ ഭയന്ന് മാറി നിൽക്കുകയാണ് മൊജ്തബ. ഇതിനിടെ ഇറാനെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചില പ്രസ്താവനകൾ നടത്തിയത്. വിലാപയാത്ര നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവർക്ക് കുറച്ച് സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെല്ലാം ഇറാനിൽ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവരെ എല്ലാവരെയും തീർക്കാം. പക്ഷേ ഞങ്ങൾ അത് ചെയ്യില്ല. കാരണം ചർച്ച നടത്താൻ ആരെങ്കിലും വേണമല്ലോ എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇതുകൂടാതെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന ബാനറുകൾ ഉയർന്നതിനെ ചിരിച്ചുകൊണ്ടായിരുന്നു നേരിട്ടത്. അവർക്ക് ഇതുവരെ ചെറുവിരൽ അനക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു മറുപടി. വിലാപവുമായി ടെഹ്റാനിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അവർ ഖമനേയിയെ വെറുക്കുന്നു എന്നായിരുന്നു ഞാൻ കരുതിയത്. ചിലപ്പോൾ ഇത് കള്ളക്കണ്ണീരാകാം എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മതഭരണകൂടത്തെ അങ്ങേയറ്റം അംഗീകരിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്, മതഭരണകൂടം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖമനേയി ചത്തൊടുങ്ങിയതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ച വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട്. അവർ സന്തോഷത്തിലാണ്. ഇതിനിടെ ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം സ്വമേധയാ എത്തിയതല്ല, ഭരണകൂടം ഭീഷണിപ്പെടുത്തി എത്തിച്ചതാണ് എന്നുള്ള ഒരു ആരോപണവുമുണ്ട്. ടെഹ്റാൻ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അവധികൾ റദ്ദാക്കുകയും ചടങ്ങുകളിൽ നിർബന്ധമായും പങ്കെടുക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. തദ്ദേശീയ ഭരണകൂടങ്ങളും അർദ്ധ സൈനിക വിഭാഗമായ ബാസിജ് സേനാംഗങ്ങളും ഹോട്ടലുകളിലും വ്യാവസായിക മേഖലകളിലും കയറി വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണവും സേവനങ്ങളും നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിസമ്മതിച്ചാൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കും എന്നാണ് ഭീഷണി. വിലാപയാത്രയും ഔദ്യോഗിക ദുഃഖാചരണവും നടക്കുന്ന ദിവസങ്ങളിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചാൽ അവ ഭരണകൂടം ഇടപെട്ട് പൂർണ്ണമായി പൂട്ടി സീൽ ചെയ്യുമെന്ന് ബാസിജ് സേനാംഗങ്ങൾ കടയുടമകളെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലണ്ടൻ ആസ്ഥാനമായുള്ള മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിവിധ വ്യാപാര യൂണിയനുകൾ വഴിയും ആളുകൾക്ക് കർശന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന് ടെഹ്റാനിലെ റിയൽ എസ്റ്റേറ്റ് യൂണിയൻ തങ്ങളുടെ അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ വിലാപയാത്ര ദിവസങ്ങളിൽ ഓഫീസുകൾ തുറക്കാൻ പാടില്ലെന്നും ജീവനക്കാർ നിർബന്ധമായും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ തലസ്ഥാനത്തിന്റെ സാമ്പത്തിക ഹൃദയമായ ടെഹ്റാൻ ഗ്രാൻഡ് ബസാർ ഉൾപ്പെടെയുള്ള വലിയ വാണിജ്യ കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ജൂലൈ 4 മുതൽ ജൂലൈ 8 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ മുഴുവൻ ഫിറ്റ്നസ് സെന്ററുകളും ജിമ്മുകളും അടച്ചിടാനും നിർദ്ദേശം കൊടുത്തിരുന്നു. കൂടാതെ വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്കായി വഴിയോരങ്ങളിൽ സൗജന്യ ഭക്ഷണശാലകളും ചായയും വിതരണം ചെയ്യാനുള്ള പണം വ്യാപാരികളിൽ നിന്നും വൻകിട കമ്പനികളിൽ നിന്നും ഭരണകൂടം നിർബന്ധിതമായി പിരിച്ചെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇറാഖ് പോലുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ സൗജന്യ ട്രെയിൻ, ബസ് സർവീസുകളും താമസ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി നൽകിയിരുന്നു. ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റുകൾക്ക് വിലാപയാത്രയിൽ നിശ്ചിത എണ്ണം ആളുകളെ എത്തിക്കാൻ കർശന നിർദ്ദേശം ലഭിച്ചു എന്നാണ് മറ്റൊരു വിവരം. പ്രമുഖ മാധ്യമ ഗ്രൂപ്പായ ഹംഷാഹരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോട് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറഞ്ഞത് 200 ജീവനക്കാരെ വീതം ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു. ടെഹ്റാൻ മുനിസിപ്പാലിറ്റിയുടെ 10ാം ഡിസ്ട്രിക്റ്റിലെ ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറുടേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിൽ എല്ലാ ജീവനക്കാരും അവരുടെ മാതാപിതാക്കളെയും കുട്ടികളെയും ഒപ്പം കൂട്ടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർക്കോ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കോ പോലും ഇതിൽ ഇളവ് നൽകിയിരുന്നില്ല.
ഇറാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ സെയ്പ കമ്പനിയിലെ ജീവനക്കാർ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇറാഖിലെ നജാഫ്, കർബല തുടങ്ങിയ ഷിയ തീർത്ഥാടന നഗരങ്ങളിൽ നിന്നും ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്ന ഏകദേശം 2000 അതിഥികൾക്ക് താമസവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ കമ്പനിയോട് ഭരണകൂടം ആവശ്യപ്പെട്ടു. ഇതിനായി സെയ്പ കമ്പനിയുടെ ഫാക്ടറി പരിസരങ്ങളും മറ്റ് സൗകര്യങ്ങളും വിട്ടു നൽകേണ്ടി വന്നതിനാൽ കമ്പനിയിലെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ജീവനക്കാരുടെ ഓവർ ടൈം ജോലി അധികൃതർ റദ്ദാക്കുകയും ചെയ്തു. ഇറാനിൽ വരുന്ന കുറച്ച് ദിവസത്തേക്ക് ഖമനേയിയുടെ വിലാപയാത്രയല്ലാതെ മറ്റൊരു പരിപാടിയും സംപ്രേഷണം ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്കും വിലക്കുണ്ട്. ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി മാധ്യമങ്ങൾക്ക് നൽകിയ രഹസ്യ നിർദ്ദേശപ്രകാരം വിലാപയാത്ര നടക്കുന്ന ദിവസങ്ങളിൽ രാജ്യത്ത് രാഷ്ട്രീയ തർക്കങ്ങളോ ഭിന്നതകളോ ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് പ്രാധാന്യം നൽകരുതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഖമനേയിയുടെ വ്യക്തിത്വത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളും വിലാപയാത്രയിലെ ജനപങ്കാളിത്തവും മാധ്യമങ്ങൾ പ്രധാനമായും സംപ്രേഷണം ചെയ്യണം. അമേരിക്കയുമായുള്ള ചർച്ചകൾ, പ്രാദേശിക രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിയവ പ്രധാന വാർത്തകളിൽ നിന്ന് താൽക്കാലികമായി മാറ്റിവെക്കാൻ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചടങ്ങുകളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഭീഷണികൾക്ക് പുറമെ ഭരണകൂടം വലിയ തോതിൽ പ്രലോഭനങ്ങളും നൽകിയിരുന്നു. സിവിൽ രജിസ്ട്രേഷൻ ഓർഗനൈസേഷനിലെ ജീവനക്കാർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. വിലാപയാത്രയിൽ പങ്കെടുക്കാമെന്ന് ഏൽക്കുന്ന ഓരോ ജീവനക്കാരനും 20 കിലോഗ്രാം അരി വീതം സൗജന്യമായി അധികൃതർ വിതരണം ചെയ്തു എന്നാണ് ചില വിവരങ്ങൾ. എന്നിരുന്നാലും വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം ചടങ്ങുകളിൽ പങ്കെടുക്കാതെ വടക്കൻ ഇറാനിലേക്ക് വിനോദയാത്രകൾക്കായി പോയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഇറാന്റെ തെരുവുകൾ മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.